പുനർജനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളേ നല്ല മഴ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളോടെ പണ്ടൊക്കെ നമ്മൾ തോണിയിലാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക സൈഡത്തെ ചാലില്ലേ, ചാലിൽ കൂടെ ഇങ്ങനെ അയക്കല്ല ഒഴുക്കി വിടലില്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു തോണി ഉണ്ടാക്കിയല്ലോ. ഒന്നും നോക്കിയില്ല. ആദ്യക്കൂട്ടം എന്താ ഇവിടെ ഇരുന്നിട്ട് തോണിയൊക്കെ ഉണ്ടാക്കണ്ടല്ലേ ആദ്യക്കൂട്ടാ? കഴിഞ്ഞോ? വേഗം ഉണ്ടാക്ക്. ആ മതി, ബാ. അത് മതി. ഒരു കുഞ്ഞ് തോണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നൊസ്റ്റൂയിൽ ഒന്നാണത്. അപ്പം അത് ഞങ്ങൾ ഇപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് എടാ ആ കൊടർക്കടാ. അപ്പം അടിപൊളിയായിട്ട് ഇതേ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിതൊന്ന് മെല്ലെ ഒഴുക്കാൻ പോയി നോക്കട്ടെ കേട്ടോ. കുഞ്ഞ വാൻ്റെ കൂടെ ഇത് പിടി. ഞാൻ ചെറുതൊന്ന് ഒഴുക്കാണ്. എന്നാ വാ. ഈ ചെക്കന്മാരൊന്നും വിളിച്ചിട്ട് വരുന്നില്ല, ഞാൻ തന്നെ ഒഴുക്കാം. മഴയൊക്കെ തോർന്നു കേട്ടോ. അപ്പം മഴയൊന്നുമില്ല, സന്ധ്യയാണ് കേട്ടോ സമയം. നല്ല സന്ധ്യാസമയമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല വെള്ളമുള്ളൊരു ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് ഒഴുക്കി വിട്ടാലോ വിചാരിച്ചിട്ടുണ്ട്. നോക്കി നോക്കട്ടെ എന്താവും എന്നറിയില്ല. ഇവിടെ ചെറിയൊരു സൈഡിൽ ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്ത് റോഡുണ്ട് കേട്ടോ, കാണിച്ചതരാം കേട്ടോ. ഞാൻ പണ്ട് നടന്നു പോകുന്ന സ്ഥലം അവിടെ ചെറിയൊരു കൈത്തോടുണ്ട്. പക്ഷെ കൈത്തോടിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇത് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പോണത് കാണുകയാവോ, എന്തായാലും നോക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളേ സന്ധ്യയിലുണ്ടല്ലോ അതിൻ്റെ ചീത്ത അറിയാവോ. ഇതൊക്കെ തോണി ഇതാ കാണുന്നുണ്ട് നിങ്ങൾക്ക്. സന്ധ്യക്ക് ഇത് ആദ്യക്കൂട്ടരെ കൂടെ ഒരു തോണി ഉണ്ടാക്കി ഇടിപ്പിച്ചാലുണ്ട്. പോണൊന്നും കാണാനല്ലോ ആദ്യക്കൂട്ട. ആ പോണ്ട് ഇങ്ങോട്ട് പോര്. ഇനി ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. കിട്ടുന്നുണ്ടോ എന്നറിയില്ല. എവിടെ എത്തിയടാ? ആ അതെ വരുന്നുണ്ട്. തങ്ങ കണ്ടോ, ഇത് ഞങ്ങളെ തോണി പരിപാടിയാണ്. ഒരു തോണി വരുന്നുണ്ട്. മറ്റേ എവിടെടാ സൂര്യ? എൻ്റെ തോണീനെ കാണാമല്ലോ കേട്ടോ. ഒന്ന് കമുന്നടാ. അയ്യേ അതൊന്ന് പോണ്ട് കാണണൊക്കെ ഉണ്ട്. ഇതാക്കണം. അപ്പം ഞങ്ങളെ തോണി ഇതാ പോയിക്കൊണ്ടിരിക്കണോ ഗൈസ്. ആ ഓടും പണ്ടേ ഇലട്ടിട്ട് അങ്ങനെ പോയിട്ടോ. ആ അടുത്ത് നമ്മളെ വരുന്നുണ്ടേ. അടുത്ത തോടിതാ അടിപൊളിയായിട്ട് വരും. കാണുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പം അവിടെ കുടുങ്ങാവോ? ഇല്ല കുടുങ്ങില്ല. ആ ശരിക്കും പോടാ. ഇല്ലടാ അതാ അതും പോയി. കണ്ടതാ വന്നു ഞങ്ങളെ തോണിതാ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പുറകെ വടിയും കൊണ്ട് കമുന്ന തോണീനെ മറിച്ചിടാൻ പോവുക. അത് അപ്പം അടിപൊളിയായിട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ. കമുന്ന തോണീനെ മറിച്ചിടാൻ പോവുക. അതേപോലെ ഇല ഇട്ടിട്ട് ഒരു വടിയും കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കാം. ഇതൊക്കെ ഒരു കാലഘട്ടം ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ സ്കൂളൊക്കെ. LP കാലഘട്ടം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ട് എൻ്റെ കവള വീട്ടിൽ, എൻ്റെ നാട്ടിൽ കവള നാട്ടിൽ കേട്ടോ. സ്ട്രീറ്റ് അതിൻ്റെ ചൂടിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നെ കാണണ്ടല്ലോ അല്ലേ. എൻ്റെ കവള നാട്ടിൽ ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന സമയത്ത്, LPയിൽ പോകണ കവള സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതേപോലെ സൈഡ് തോടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു വടി എടുക്കുക, ഇല എടുക്കുക. അന്ന് തോണി ഉണ്ടാക്കണ പകരം ഇലയിരുന്നു. തോണിയുണ്ട് ഇലയുണ്ട്. പക്ഷേ വീട്ടിലുള്ള സമയത്താണ് ഈ പരിപാടി തോണി ഉണ്ടാക്കുക. പക്ഷേ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അതല്ലല്ലോ. പകരം ചെയ്യണതാണ് ഇല ഇട്ടിട്ട് ഈ കൈത്തോട്ടിലിടും. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറകെ അതെവിടെ തടയണേ അതിനെ തോണ്ടി കൊണ്ടുപോരുക. ഇന്നിപ്പോൾ ചേച്ചീൻ്റെ കുട്ടി പൊന്നമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പൊന്നമ്മയോട് പറയായിരുന്നു, പൊന്നമ്മ നേമൻ്റെ ഒരു ഓർമ്മക്കായാണ്. സന്ധ്യ സമയത്താണ് ഇറങ്ങാൻ തോന്നിയത്. മഴ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അവസാനിച്ച്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലേ ഇങ്ങനത്തെയൊക്കെ ഓർമ്മകൾ? അതല്ല എൻ്റെ ഓർമ്മ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാൽ ഓക്കെ ബൈ.